ഡീമൺ സ്ലേയറിന്റെ മാംഗ ചാപ്റ്റേഴ്സ് അരിച്ചു പറക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് ഡീമൺ സ്ലേയറിന്റെ ചാപ്റ്റർ 185 ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, നമ്മുടെ മുസാൻ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പ്രായം കൂടിയ ഡീമൻ ഏതായിരുന്നു? എല്ലാരും പറഞ്ഞ ഉത്തരം കൊക്കോഷുബു എന്നായിരുന്നു. എന്നാൽ കറക്റ്റ് ഉത്തരം നമ്മുടെ തമിയോസാൻ ആണ് കേട്ടോ. സോ കറക്റ്റ് ഉത്തരം പറഞ്ഞ 8 പേരുടെ പേരാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആനിമി എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ കുറെ വരുന്നുണ്ട്. സോ അതൊക്കെ മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. മരിച്ചെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ചാപ്റ്റർ തുടങ്ങിയത്. അങ്ങനെ ഈ ചാപ്റ്റർ എന്താകും നമുക്ക് നോക്കാം. ഈ ചാപ്റ്റർ തുടക്കം നമ്മുടെ നേസുക്കോനെ പുള്ളിക്കാരിയുടെ അച്ഛൻ വന്ന് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ നേസുക്ക ചാടി എണീക്കുന്നുണ്ട്. പുള്ളിക്കാരിയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വിയർക്കുന്നുണ്ട്. കൊഞ്ചി എന്തെങ്കിലും പറ്റിയെന്ന് ചോദിക്കാൻ നേരത്തെ തന്നെ നേസുക്കോ അവിടെ നിർത്ത് ഓടുന്നുണ്ട്. ഇത് കാണുന്ന ടെങ്കൻ പെട്ടെന്ന് തന്നെ ചോദിക്കുന്നുണ്ട്, നേസുക്കോ നീ ഇപ്പൊ ഇങ്ങോട്ട് പോകുവാണ്? അവിടുത്തെ ഡോറൊക്കെ പൊളിച്ചാണ് ഈ നേസുക്കോ ഈ ഓട്ടോ ഓടുന്നത്. നമ്മുടെ റെങ്കോക്കുന്റെ അച്ഛൻ നമ്മുടെ ഒയക്കട്ട സമയത്ത് കാര്യം പറയുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരന് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. പുള്ളിക്കാരന്റെ മനസ്സിൽ കൂടെ കുറെ അധികം തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനി മുസാൻ എങ്ങനെ അവളെ മാനിപ്പുലേറ്റ് ചെയ്യണം? അതൊന്നും ആയിരിക്കില്ല. ഇനി എന്തിനാ അവൾ ഇങ്ങനെ കിടന്ന് ഓടുന്നത്? നേസുക്കനെ തിരിച്ചു വിളിക്കാൻ വേണ്ടി പുള്ളിക്കാരനെ ഇങ്ങനെ ഓർഡർ ചെയ്യാൻ വേണ്ടി പോകാൻ നേരത്ത് ഒരു കൈ ഇങ്ങനെ വരും. എന്നിട്ട് നമ്മുടെ കിറിയുടെ മുഖത്ത് പിടിച്ചിട്ട് പറയും, അവള് പൊക്കോട്ടെ, അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ ചെയ്തോട്ടെ. നേസുക്കന്റെ പുറകെ ആരെ വിടണം ചോദിക്കാൻ നേരത്ത് പുള്ളിക്കാരൻ പറയും, വേണ്ട അവള് പൊക്കോട്ടെ. പക്ഷെ അവളെങ്ങനെ വേറെ ഡീമൻ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാരും തോക്കത്തില്ലേ? അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നോട് എന്റെ അച്ഛൻ പറഞ്ഞു അവളെ വിട്ടേ. നമ്മുടെ കിറിയ കേട്ട ഇതും പറഞ്ഞുകൊണ്ട് നല്ല കരച്ചിലാണ്. അടുത്ത പാനലിൽ നമ്മുടെ നേസുക്കോ നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മരങ്ങളുടെ ഒക്കെ ഇടയിലൂടെ പുള്ളിക്കാരിയുടെ അച്ഛൻ അവൾക്ക് വഴി കാട്ടുന്നുണ്ടായിരുന്നു. വേറെ ഒന്നും അല്ലെങ്കിൽ പുള്ളിക്കാരി അങ്ങോട്ട് ചാടുവന്നു. അതൊരു വലിയൊരു ക്ലിഫായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സക്കോഞ്ചിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, നേസുക്കോ ഇപ്പോഴും ഒരു ഡീമൻ തന്നെയാണ്. എന്നിട്ട് അവൾ ഓട്ടം നിർത്തിയിട്ടില്ല. അവൾ നല്ല സ്പീഡിൽ തന്നെ മുന്നോട്ട് നോക്കി ഓടിക്കൊണ്ടേയിരിക്കുവാണ്. താഞ്ചുറോനെ പെട്ടെന്ന് തന്നെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരനാകട്ടെ മരിച്ചു കിടക്കുന്ന പോലെയാണ്. പുള്ളിക്കാരനെ കണ്ണൊന്നും കാണുന്നില്ല. അതായത് മരിച്ചു കഴിഞ്ഞ് കണ്ണ് മേലേക്ക് ആകുന്നില്ലേ, ഏകദേശം അതേപോലെയാണ് താഞ്ചുറോയുടെ കിടപ്പ്. ബാക്കിയുള്ള ഹാഷ്റാസ് എല്ലാം കൂടെ മുസാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്നാ ഒന്നും പറ്റുന്നില്ല. നമ്മുടെ ഗിയുനാകട്ടെ ഒടിഞ്ഞ സോഡ് മാറ്റി ഒരു നല്ല സോഡ് എടുക്കാനുള്ള ടൈം പോലും കിട്ടുന്നില്ല. മുസാൻ വലിയൊരു അറ്റാക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ 3 ഹാഷ്റാസും ഗിയും ഒബനായി അതേപോലെ മിറ്റ്സൂരി ഒരേപോലെ ഡാമേജ് എടുക്കുന്നുണ്ട്. നീയൊന്നും അത്ര പെട്ടെന്ന് മരിക്കത്തില്ല എന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ മാർക്ക് വന്നവരൊക്കെ അങ്ങനെയാണെന്ന് പറയാൻ നേരത്ത് നമ്മുടെ മിറ്റ്സൂരി അവിടെ ചാടുന്നുണ്ട്. പെട്ടെന്ന് പുള്ളിക്കാരുടെ മേത്ത് എന്താ പറയാ ആ പോയിസൺ വർക്ക് ചെയ്യാൻ തോന്നുന്നു. പുള്ളിക്കാരി ഒന്ന് സ്റ്റക്കായി മാറും. മുസാൻ പുള്ളിക്കാരനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നേരെ വരാൻ നേരത്ത് പെട്ടെന്ന് പുള്ളിക്കാരെ കൈ പൊട്ടിത്തെറിക്കും. സംഭവം വേറൊന്നുമല്ല, ഒരു ചെയിനും അറ്റത്തൊരു ബോളും. സംഭവം ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ ഗ്യോമി കളത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ താമസിച്ച പോയില്ലേ പുള്ളിക്കാരൻ ക്ഷമയും പറയുന്നുണ്ട്. പുള്ളിക്കാരൻ എപ്പോഴും ചെയ്യുന്ന പോലെ ആ ചെയിൻ ഇട്ട് ഇങ്ങനെ പവർ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവനാണല്ലേ നമ്മുടെ കൊക്കോഷിബിനെ കൊന്ന ഡീമൺ സ്ലേയർ എന്ന് പറയാൻ നേരത്ത് മുസാന്റെ തല നടുവിനെ ഇങ്ങനെ മുറിയും. പിന്നെ കാണുന്നത് മുസാനെ വട്ടം കീറിയിരിക്കുന്ന സനമിനെയാണ്. സനമിന്റെ മുഖം കാണാത്ത തന്നെ അറിയാം പുള്ളിക്കാരൻ ആകെപ്പാട് എന്താണ്ടൊക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ ഗന്യ മരിച്ചുകൊണ്ടായിരിക്കണം പുള്ളിക്കാരൻ ഫുൾ ബ്ലാങ്ക് ആണ്. അങ്ങനെ നമ്മുടെ സനമി കുറെ അധികം കുപ്പിയെടുത്തെറിയും. നമ്മുടെ മുസാനായിട്ട് അതൊക്കെ പൊട്ടിച്ച് കുറെ അധികം എന്തോ എനിക്ക് തോന്നുന്നു പെട്രോളാ അല്ലെങ്കിൽ എണ്ണ എന്തെങ്കിലും ആയിരിക്കുമല്ലോ, അത് നമ്മുടെ മുസാന്റെ മേത്ത് വീഴുകയും ചെയ്യും. എന്നിട്ട് ഒരു തീപ്പെട്ടി കത്തിച്ച് നമ്മുടെ മുസാന്റെ മേത്തേക്ക് ഇടുകയും ചെയ്യും. നമ്മുടെ മുസാൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇതൊക്കെ ഡേർട്ടിയാണ്, വാ മൂടടം നായ, നിന്നെ പോലെ ഒരുത്തനി ഇതൊക്കെ തന്നെ ധാരാളം നമ്മുടെ സനമി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. അങ്ങനെ ദൂരെ ഒരു സൈഡിലോട്ട് മാറി നമ്മുടെ മുറാട്ടം നിൽപ്പുണ്ട്. പുള്ളിക്കാരി ഇങ്ങനെ പറയുകയും ചെയ്യും, അത് മുസാനാണ്, എന്റെ ഫാമിലിനെ കൊന്നവൻ, അവൻ എങ്ങനെയെങ്കിലും കൊല്ലണം. പേടിച്ചിട്ടുണ്ടാണെങ്കിലും പുള്ളിക്കാരൻ ഇതൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ ഗിയു മുറാട്ടനെ വിളിക്കും. താഞ്ചുറ കനങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവൻ എങ്ങനെയെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിക്കാൻ നമ്മുടെ മുറാട്ടൊക്കെ പറയും. നമ്മുടെ മുറാട്ടയും ഗിയു ആയിട്ട് വലിയൊരു വ്യത്യാസം തന്നെ ഉണ്ട്. അവർ ഫൈനൽ സെലക്ഷൻ ഒക്കെ ഒന്നിച്ചാണെങ്കിൽ അവരുടെ പവർ ഡിഫറൻസ് വളരെ വലുതാണ്. എന്നിട്ടും നമ്മുടെ ഗിയു മുറാട്ട പേര് ഓർത്തിരുന്നു. അത് പുള്ളിക്കാരൻ വളരെയധികം സന്തോഷം ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മുടെ താഞ്ചുറിനെ എടുത്തിട്ട് പുള്ളിക്കാരൻ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഒരു നീല കളറിലെ ആകാശമാണ്. പെട്ടെന്ന് ഒരാളെ കാണിക്കുന്നുണ്ട്. താഞ്ചുറിനെ പോലെ തന്നെയാണ് കാണാനിരിക്കുന്നത്. എനിക്കൊന്നും മണക്കാനും പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് താഞ്ചുറിനെ പോലെ ഇരിക്കുന്ന എന്നാൽ താഞ്ചുറോ അല്ല എന്ന് നമുക്ക് നല്ല ഉറപ്പാണ്. കാരണം പുള്ളിക്കാരന്റെ തലയിൽ മാർക്കൊന്നുമില്ല. ആരാണ് ഇയാൾ? കാണാൻ ഏകദേശം താഞ്ചുറിനെ പോലെയുള്ള കയ്യിലൊരു കോടാലും പിടിച്ചിട്ടിരിക്കുന്ന ഒരാളെയും കാണിച്ചോട്ടാണ് ഈ ചാപ്റ്റർ ഇങ്ങനെ അവസാനിക്കുന്നത്. ശരിക്കും നമ്മുടെ താഞ്ചുറോ മരിച്ചോ? ആരാണ് ഈ ക്യാരക്ടർ? ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ നമ്മുടെ പേജിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കാരണം ഇനി വരാനിരിക്കുന്ന എക്സ്പ്ലനേഷൻ വീഡിയോസിലൊക്കെ ഞാൻ ഇതൊക്കെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ നാളത്തേക്കുള്ള ചോദ്യം നമ്മുടെ വീഡിയോയുടെ ഏറ്റവും അവസാനമാണ് കേട്ടോ വെക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ വീഡിയോ അവസാനം വരെ എത്ര പേര് കാണുന്നുണ്ട് നമുക്ക് നോക്കാം. ഡീമൺ സ്ലേയർ എന്ന് പറയുന്ന സീരീസിലെ ഏറ്റവും അധികം കേൾവി ശക്തിയുള്ള ക്യാരക്ടർ ഏതാണ്?